I'm not a huge follower of this Kerala model. And I keep talking about its failures, its lacunae, and I would prefer the state to really relax itself a little bit, education, land policy, agriculture, so that it can tap its growth potential. കേരളം ഇപ്പോൾ റിച്ചൊക്കെ തന്നെ, അതൊക്കെ നല്ലത് തന്നെയാണ്, ബട്ട് വുഡ് ഹാവ് ഗ്രോൺ അറ്റ് എ മച്ച് ഫാസ്റ്റർ റേറ്റ് ഹാഡ് വി ബീൻ ലിറ്റിൽ മോർ പ്രോ ഓൺടർപ്രണർഷിപ്പ്, പ്രോ എന്താണ് ലിറ്റിൽ ബിറ്റ് മോർ ടുവേർഡ്സ് എൻകറേജിങ് ദി ഫോഴ്സസ് ഓഫ് എക്കോണമി, ഇൻവെസ്റ്റർ എക്കോണമി. ആ സംഗതിയിലെല്ലാം ഞാൻ ഐ വുഡൻ ക്ലാസിഫൈ മൈസെൽഫ് ആസ് എ എന്താണ് ഒരു ഡിറിജിസ്റ്റ് ലെഫ്റ്റ് ഓഫ് ദ സെൻറ്റർ പേഴ്സൺ. അപ്പോൾ ഇതിനകത്ത് കുറേ ഡെയർ എടുക്കേണ്ടി വരും, അത് പലരും അറ്റാക്ക് ചെയ്യുകയും ചെയ്യും, അത് നടക്കുന്നുണ്ട്. ഞാൻ സമ്മറിയിൽ പറയുകയാണ്, ഒരു വിധി പറയുമല്ല. കേരള റിമെയിൻസ് എൻ ഓൾഡ് പ്രീ ഡിജിറ്റൈസേഷൻ, പ്രീ ഓപ്പൺ അപ്പ് എക്കോണമി ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്, ഹൈലി കൺട്രോൾഡ്. എൻ്റെ പ്രശ്നം, ഇറ്റ് ഈസ് എ ഹൈലി കൺട്രോൾഡ് എക്കോണമി വെയർ എൻട്രി ആൻഡ് എക്സിറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. യു ഹവ് മെയ്ഡ് എവറിത്തിങ് ഡിഫിക്കൾട്ട് ഫോർ യു. ലാൻഡ് റെജീം എടുത്തു കഴിഞ്ഞാൽ, ലാൻഡ് പോളിസി, യുവർ ലാൻഡ് ലോ ഇസ് 1960s land law. The production logic of today requires a certain faster pace. Secondly, your state is attempting to do everything where it need not go. It has the largest number of public sector units now, of which 50% are in losses and about 30% have eroded their net worth. Meaning, the people of Kerala are paying those companies to actually stay afloat. That's ridiculous. And some of them are making knives and pickaxes and ഈ കോർണറിലെ കോർണർ ബ്ലാക്ക് സ്മിത്ത് ചെയ്യുന്ന വർക്കിന് വേണ്ടി ഒരു പബ്ലിക് കമ്പനി ഉണ്ടാക്കിയിട്ട് ഗ്രാൻഡ്സ് കൊടുക്കുകയാണ്. ഐ ഗിവ് യു ആൻ ആപ്പ്. എൻ്റെ കമ്പനീസ് എടുത്തു. ഐ ഹാവ് 11 companies. 2 are in notional profits, not huge, but they are earning a profit on them. 9 of them are, if you ask me, should be written off from the accounts of government at the earliest. കാരണം എന്താ പറഞ്ഞാൽ അവരുടെ കഴിഞ്ഞ 10 കൊല്ലത്തെ ഓപ്പറേഷനിൽ ടേൺ ഓവർ കൂടുന്നുമില്ല, പ്രോഫിറ്റിൻ്റെ ക്വസ്റ്റ്യനും ഇല്ല. അവൻ ഓരോ ദിവസവും ഓപ്പറേറ്റ് ചെയ്ത് ഇവൻ്റെ അസറ്റ് എറോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ അണേബിൾ ടു ഇൻ്റർവീൻ. സോ വൈ ആർ യു ക്യാരിയിങ് ദിസ് ഹ്യൂജ് ബാക്ക്ലോഗ്? ഐ എം സേയിങ് സ്റ്റേറ്റ്സ് ഹാവ് ഇന്നോവേറ്റഡ് ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇൻ പവർ സെക്ടർ. ദേ ഹാവ് ഗോട്ട്, ഇത് ജോലിയല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പം കുഡ് ബി എ കോൺട്രവേഴ്സ്യൽ പോയിന്റ്, യു വാണ്ട് ഓൺലി വൺ കമ്പനി ഡിസ്ട്രിബ്യൂട്ടിംഗ് പവർ ഇൻ കേരള. 2005 തൊട്ട് 2013 വരെയുള്ള whatever wisdom guided us, we decided there. What would substantially go away if 10 power companies are distributing power in Kerala? They will innovate. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പവർ സർപ്ലസ് ആണ്. അപ്പോൾ യു ആർ കൺസ്ട്രെയിൻഡ് ബൈ ദ എഫിഷ്യൻസി ലിമിറ്റ്സ് ഓഫ് ദ KSCBL. The KSCBL is carrying 10% employees more. They will charge 1 rupee extra from you. If another company can bring power, solar power, and if they have a better, ഈ പവറിൻ്റെ കോസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പവർ മിക്സും ഓവർ ഹെഡ് കോസ്റ്റുമാണ്. ഇത് KSCB ബെറ്റർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും ചീപ്പർ പവർ കൊണ്ടുവരാം. യു സേ ഐ വിൽ ഓൺലി ഹാവ് A, which is against the policy. You distribution sector you can have any. Only transmission needs state leadership. അപ്പോൾ അവിടെ നമ്മൾ 2013 വിശദത്തിൽ നിൽക്കുകയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് is understood to be the health of the KSRTC, which is a very difficult financial proposition. So KSRTC is controlling 70% of the viable routes in Kerala. So ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. The state at the same time is venturing into a 33% government interest company in civil aviation. It is above the margin, it's doing all right. State is investing into a PPP model in the port sector. Technology പിന്നെ പവറിനേക്കാളും എത്രയോ എഫിഷ്യൻസി വേണ്ട, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിരിക്കണം പോർട്സിൽ. സോ ഇഫ് യു ക്യാൻ റൺ PPP ഇൻ മെഗാ പോർട്ട്, if your airport can be operated, Kochi and Trivandrum are operated now by private sector, what is so sacrosanct about your electricity distribution business, 11 kV business? അപ്പോൾ നമ്മൾ അവിടെ പറയുന്നത് ഇവിടെ ഒരു കമ്പനിയേ ഉള്ളൂ. there's no question about it. പ്രൈവറ്റ് പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ ചാർജ് കൺസ്യൂമേഴ്സിന്റെ മേൽ വളരെയധികം ഉണ്ടാവും. കുറേത്തേ ഉള്ളൂ. ഡൽഹിയിലൊക്കെ ഉണ്ടായത് അത്തരത്തില് അല്ല. അത് ഡൽഹിയിലെ എക്സ്പീരിയൻസ്, പവറിന്റെ സപ്ലൈ താന്ന് കഴിയുമ്പം കോസ്റ്റ് കയറും. ബട്ട് ഇനി രാജ്യം പോകാൻ പോകുന്ന ഈ റേറ്റ് ഓഫ് growth of solar power with the storage, since the technology has changed, the per unit costs are going to drop. So if you keep a high overhead entity to deliver it, you will not be able to get the benefit of it. ഇപ്പം തന്നെ KSCBയിലെ 9 രൂപ ടാരിഫ് നിൽക്കുമ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 2 രൂപ 75 പൈസ
ഓവർ ഹെഡ് കോസ്റ്റാണ് എംപ്ലോയീസിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ എമർജ് ചെയ്യുന്ന ടെക്നോളജിയിൽ എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ പോലെ ടെക്നോളജി വിൽ ബി ഏബിൾ ടു ഡിസ്പെൻസ് വിത്ത് പവർ ഇൻ എ മച്ച് മോർ ചീപ്പർ വേ. സെൻട്രലൈസ്ഡ് ഈ ഇപ്പോൾ എമർജ് ചെയ്യുന്ന ഗ്രിഡ്സിലൊന്നും ജപ്പാനിലൊന്നും ഈ സെക്ഷൻ ഓഫീസും ഇല്ല, സബ്സ്റ്റേഷനും ഇല്ല. എല്ലാ സബ്സ്റ്റേഷനെയും പിന്നെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഈസ് ഡ്രൈവിങ്. നമ്മുടെ ഓരോ സബ്സ്റ്റേഷനിലും 15 ആൾ ഇരിപ്പുണ്ട്, ഓരോ സെക്ഷനിലും 23 പേര് ഇരിപ്പുണ്ട്. അങ്ങനത്തെ 776 സെക്ഷനുണ്ട്. ഈ 23 പേരുള്ള 776 സെക്ഷനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഇന്ത്യയിലില്ല. ഇറ്റ് ഈസ് ഹെവിലി, അവരൊരു റീസണൊക്കെ പറയും, ഒരുപാട് ചീമക്കൊന്ന് വെട്ടാനുണ്ട്, അതുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ദ ഹോൾ പോയിന്റ് ഈസ്, അപ്പോൾ ഇവരുടെ ഈ ഡയറക്ടർ ബോർഡിൻ്റെ ഇമാജിനേഷനിൽ നിൽക്കും നിങ്ങളുടെ കേരളത്തിൻ്റെ പവർ കോസ്റ്റ്. Nobody will be able to innovate on it. So suppose you say that KSEB will, or rather we will have a diversification. The Electricity Act allows it. അന്ന് ഇലക്ട്രിസിറ്റി ആക്ട് പറഞ്ഞത് ഈ അൺബണ്ടിലിംഗ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് തീരെ ചെറിയ സ്റ്റേറ്റ്. ഇപ്പോൾ ഗോവയിൽ പോയിട്ട് ഒരുപാട് 3 കമ്പനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ സിറ്റി സ്റ്റേറ്റ്. പോണ്ടിച്ചേരി need not have 3. Andamans did not have 3. എല്ലാ കേരളം ഒഴിച്ച് മിക്കവാറും എല്ലാ സ്റ്റേറ്റ്സും they went to diversification. But Kerala said we will have one entity. ഞാൻ പറയുന്നത് ഇതിൽ ഒന്നും സംഭവിക്കത്തൊന്നുമില്ല. ആക്ച്വലി ദർ ബി ന്യൂ ടെക്നോളജി, ദർ വിൽ ബി ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്, ദ ന്യൂ കമ്പനീസ് വിൽ ഓഫർ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഡിജിറ്റൽ ഫോൺസ് വന്നു. ഈ ഡിജിറ്റൽ ഫോൺ എന്ന് പറയുന്ന സംഗതി എത്ര പേരെ കേരളത്തിൽ എംപ്ലോയ് ചെയ്യുന്നുണ്ട്? റിപ്പയർ, സോഫ്റ്റ്വെയർസ്, റീചാർജ്, മറ്റേ വെൻഡേഴ്സ്, സെല്ലിങ്, എവറിത്തിങ്. ഇതേ സംഗതി തന്നെയാണ്. ഇപ്പം ഗ്യാസിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ദി ഇന്ത്യൻ ഓയിൽ പ്ലസ് റിലയൻസ് പ്ലസ് ദിസ് സിറ്റി ഗ്യാസ് അവർക്ക് കൊടുത്തു. സ്ലോലി വി ആർ ഗെറ്റിംഗ് ദെയർ. പക്ഷേ നമുക്കിപ്പോഴും ഒരുപാട് സാധനം നമ്മളിപ്പോഴും, വൈ നോട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്? ഗവൺമെൻറ് സേസ് ഇറ്റ് വിൽ ഡു, ബട്ട് യു ആർ നോട്ട് സീയിങ് ദാറ്റ്. ഈ പ്രൈവറ്റൈസേഷൻ പറഞ്ഞല്ലോ, സൊല്യൂഷൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ, അതൊരു സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞു. പവർ ചീപ്പായിട്ട് KCB തന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞ വെള്ളാരിയുടെ ഫ്ലാബ് കുറയ്ക്കുന്നത് ഒരു കുറച്ചുകൂടി നല്ല വയബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. അതിന് പകരം ഈ ഒരു അല്ല, ഞാൻ പറയുന്നത് പവർ ഷുഡ് ബി മെയ്ഡ് ചീപ്പർ, പർട്ടിക്കുലർലി ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പവർ ഷുഡ് ബി മെയ്ഡ് ചീപ്പർ. എന്നാലേ ഇൻവെസ്റ്റ്മെന്റ് നടക്കത്തുള്ളൂ. പവർ ചാർജസ് ഡെഫിനറ്റ്ലി 30% കോസ്റ്റ്ലിയർ ആണെങ്കിൽ ഇൻഡസ്ട്രി വിൽ അസസ് ദ കോസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് വാളയാറിലോട്ട് ചെന്ന് അവിടെ ലാൻഡ് ചെയ്യും. ദേ വിൽ ലീവ് യു ബിക്കോസ് ദിസ് ഇസ് എ സിംഗിൾ ലാർജസ്റ്റ് ഹൈ ടെൻഷൻ എല്ലാ സംഗതിക്കും സിംഗിൾ ലാർജസ്റ്റ് റിക്കറിംഗ് കോസ്റ്റാണ്. സോ ലോ പവർ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സബ്സിഡി കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ്. ഇഫ് യു ക്യാൻ റിയലി റിഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സപ്ലൈ ഓഫ് പവർ, ഇഫ് യു ക്യാൻ ഗെറ്റ് ചീപ്പർ പവർ, ഇൻഡസ്ട്രി വിൽ പ്രിഫർ യു. ഒരു ഡെഫിനറ്റ് ഇൻസെൻറ്റീവാണ്. ഒന്നും നടക്കുന്നില്ലെന്നല്ല, ഒന്നും നടക്കുന്നില്ലെന്നല്ല. ദ പേപ്പേഴ്സ് വിച്ച് വി പ്രസന്റഡ്, ദേ സേ ദേ ഹാവ് റെഡ്യൂസ് 6,000 പീപ്പിൾ ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ സൈഡ്. ഡിസ്ട്രിബ്യൂഷനിലാണ് 27,000 പേരുള്ളത്. ഈ 33,000 എംപ്ലോയീസിൽ 27,000 ഡിസ്ട്രിബ്യൂഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് പവർ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും സെക്ഷൻ ഓഫീസസും ഇല്ലാതെ തന്നെ ഇത് ഡെസ്പാച്ച് ചെയ്യാനുള്ള ടെക്നോളജി വന്നു. ഫോർ എക്സാമ്പിൾ, ഡൽഹി ഡസ് നോട്ട് ഹാവ് സെക്ഷൻ ഓഫീസ്. ദേ ഹാവ് ഡിസൈഡഡ് ഓൺ റോവിംഗ് അറ്റൻഷൻ ടു റിപ്പയർസ്. പറഞ്ഞാൽ റോവിംഗ് വാൻസ്, ഫയർ എഞ്ചിൻ മോഡലാണ്. റോവിംഗ് വാൻസേ ഇട്ടിട്ടുള്ളൂ. എവിടെ കോൾ വന്നു കഴിഞ്ഞാലും ഒരു 30 കിലോമീറ്റർ ഗ്രിഡിൽ അവൻ പോയി അറ്റൻഡ് ചെയ്യും. സോ ദേ ആർ നോട്ട് പേയിങ് ഫോർ ദ റിയൽ എസ്റ്റേറ്റ് ഓഫ് ഇറ്റ്. KSEBിൻ്റെ ഡെഡ് റിയൽ എസ്റ്റേറ്റ് എത്രയാണ്? It was valued 10 years back at some 30,000 crores. Actually, ഇത്തരം ഇതിൽ താങ്കൾ തിരിഞ്ഞപ്പം ഈസി ആയിട്ടിരുന്ന വയനാട് KCB ആയാലും എല്ലായിടത്തും താങ്കൾ ഈ ഒന്നേരി യൂണിയൻ അവരുമായിട്ടൊരു യുദ്ധത്തിലായി, ജീവനൊക്കെ വേണ്ടി യുദ്ധത്തിലായി. ആക്ച്വലി ഇവരാണോ യഥാർത്ഥത്തിൽ ഒരു പ്രോഗ്രസിന് ഒരു തടസ്സമായിട്ട് വരുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു സത്യം പറയട്ടെ. ഈ KSEBിയുടെ റീസ്ട്രക്ചറിങ് അർജൻറ്റായിട്ട് ടേക്കപ്പ് ചെയ്യേണ്ടതാണെന്നും അതിനാവശ്യമായ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സും ഈ മൊത്ത സംഗതികളും എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും ഒരു ഫയൽ ഫോൾഡർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നതും കേരളത്തിലെ പ്രമുഖനായ ഒരു CITU നേതാവാണ്. സോ പ്ലീസ് ഡോണ്ട് തിങ്ക് ദാറ്റ് ദ CITU ഡസ് നോട്ട് ഷെയർ ദ കൺസേൺ ദാറ്റ് ദ കമ്പനി ഈസ് നോട്ട് വയബിൾ. അവരിൽ തന്നെ 2 സെറ്റ് ആൾക്കാരുണ്ട്. ഒന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് അറിയാവുന്ന ആൾക്കാരുണ്ട്, കമ്പനി ഫിനാൻഷ്യൽസ് ശ്രദ്ധിച്ച് വായിക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഭാവി എന്താവും, ഇതിന്ന് പെൻഷൻ ഡ്രോ ചെയ്ത് നിൽക്കുന്ന വളരെ കമ്മിറ്റഡ് ആൾക്കാരുണ്ട്. ആൻഡ് ദേ ആർ ദെയർ ഇൻ ദ CITU, ഇൻ ദ INTUC, വിത്ത് ഹൂം ഐ വാസ് അമേസ്ഡ്. അവർക്ക് ഈ കമ്പനി ഇത്ര കൊല്ലത്തിൽ സ്റ്റക്കായി പോവും, പെൻഷൻ ഇത്ര കൊല്ലത്തിൽ കിട്ടാതാവുമെന്ന് കൃത്യമായി കണക്കൂട്ടി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇതിൻ്റെ റീസ്ട്രക്ചറിങ്ങിലോട്ട് ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം തന്നെ ഞാൻ പറഞ്ഞതുപോലെ
very senior CITU leader who came and convinced me that, sir, please attend to this. Your company is in doldrums financially. അതാണ്. അപ്പം പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇതുപോലെ വേറൊരു സെറ്റും ഉണ്ട്, ബിസിനസ് ആസ് യൂഷ്വൽ. ഇതന്നെ മതി, അതിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇതൊരു അവർ പറയുന്നതെന്ന് വെച്ചാൽ അതിലൊരാൾ എന്നോട് വിശദമായിട്ടൊരു സംസാരിച്ചു, ഒരു ജനകീയ വൈദ്യുതി ബദലിൻ്റെ മുഖമുദ്രയാണ് KSEB. ഞാൻ പറഞ്ഞു അതെനിക്ക് സന്തോഷമാണ്, പക്ഷേ ഇവിടെ ഒരു ബാലൻസ് ഷീറ്റും കൂടെ ഇല്ലേ. അതിൽ ഞാൻ വൈദ്യുതി നിങ്ങൾ വാങ്ങുന്ന വിലയിൽ നിന്ന് കൂട്ടിയാണ് എല്ലാ യൂട്ടിലിറ്റിയും വിൽക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് കളക്റ്റീവ് ചോയ്സ് എടുത്താലും ഒരു കൊല്ലം 18,000 കോടി ടേൺ ഓവറുള്ള കമ്പനി 2,000 കോടി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നത് സസ്റ്റൈനബിൾ അല്ല. ദാറ്റ് വിൽ എറോഡ് യുവർ ഇക്വിറ്റി വാല്യൂ ഓവർ 20 years. ഏത് കുഞ്ഞിനും മനസ്സിലാവും. നമ്മൾ ആദ്യം സംസാരിച്ച ബ്യൂറോക്രാറ്റ്സിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻസിനെ കുറിച്ച് സംസാരിച്ചു. അണ്ണാമലൈ റിസൈൻ ചെയ്ത് BJPയുടെ പ്രസിഡന്റ് ആയൊരു അങ്ങനത്തെ ഇൻസ്റ്റൻസസ് ഉണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇറ്റ്സ് എ ഫ്രീഡം ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ. ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന കുട്ടികൾ പലരും ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ്, വളരെ ആംബിഷ്യസ് ആണ്. ലെറ്റ്സ് അക്സെപ്റ്റ് ദാറ്റ്. സി ഇറ്റ്സ് നോട്ട് ഓൺലി സിവിൽ സർവീസ്, ഇറ്റ്സ് ജേർണലിസ്റ്റ്. ഡൽഹിയിലൊക്കെ വന്നിട്ടില്ലേ ജേർണലിസ്റ്റ് ഹവ് ബിക്കം മിനിസ്റ്റേഴ്സ്, റവന്യൂ സർവീസ് മാൻ എൻറ്റേഴ്സ് ബിക്കംസ് ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റ്സ് ഇവിടെ ACSമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഒക്കെ ഉണ്ട്. മിസ്റ്റർ അശ്വിനി വൈഷ്ണവിൻ്റെ ബാച്ച്മേറ്റ്സ് ഇവിടെ തന്നെയുണ്ട്. സോ വൈ ആർ ദേ സർവിങ് മിനിസ്റ്റേഴ്സ് വൈൽ ഹി ഹാസ് ഹിംസെൽഫ് ബിക്കം യൂണിയൻ മിനിസ്റ്റർ? അപ്പോൾ അത് ഇൻഡിവിജ്വൽ ചോയ്സ്, പശ്ചാത്തലം, ചിലപ്പോൾ ഫാമിലിയിൽ, ചിലപ്പം എൻ്റെ വൺ ഓഫ് മൈ ബാച്ച്മേറ്റ്സ് ഇൻ ദ IAS റിസൈൻ, ജോയിൻഡ് BJP, became an MP, then joined Congress, went and fought elections. ഇപ്പം എന്തായെന്നറിയില്ല, ഹരിയാന. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂയിങ് ഇൻ പബ്ലിക്. ഉടനെ ഒന്നുമില്ല. ടു ബി വെരി ഓണസ്റ്റ്, അറ്റ്ലീസ്റ്റ് ട്വൈസ് ഐ ഹാവ് ബീൻ അപ്രോച്ച്ഡ് ബൈ വേരിയസ് പാർട്ടീസ് ടു സീ വെദർ ഐ എം ഇൻട്രസ്റ്റഡ് ടു കണ്ടസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ടെല്ലാം ഇരുന്നത് ഇങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, എനിക്കറിയില്ല ഞാൻ സക്സീഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്നും, എനിക്ക് അതിൻ്റെ ടെമ്പർമെൻ്റ് ഉണ്ടോ എന്ന് അറിയില്ല. ബട്ട് ദർ വാസ് യുനാനിമസ് ലെറ്റ് us say എന്താണ് ഡിസിൻക്ലിനേഷൻ അറ്റ് ദ ഹോൾ തിങ്. അപ്പോൾ നമ്മളത് റെസ്പെക്ട് ചെയ്യണമല്ലോ. I sent a word back saying that need not be considered, need not consider me at all. അല്ല അത് തീർത്തും രക്ഷപ്പെട്ടു. Ambitions അല്ല. But see, I personally think that politics is a great area to serve a cause. അതിനൊന്നും യാതൊരു സംശയമില്ല. അത് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം if you ask me, a person with 20 years, 25 years experience in the services quitting to go to politics, I will always encourage it. He is an insider. If his അയാളുടെ ഒരു ambition is right sized and he would serve in a meaningful way, he can really make a difference. അത് ഇപ്പോൾ സെൻട്രൽ തന്നെ പല മിനിസ്റ്റേഴ്സ് സർവീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ടല്ലോ. ഇപ്പോൾ മിസ്റ്റർ പുരി ഇൻ പെട്രോളിയം, മിസ്റ്റർ ജയശങ്കർ. സോ they are able to transition very fast because they know the ecosystem. See, what better? ഇത് IAS മാത്രമല്ല. I am saying economic service people, revenue people, foreign service people, diplomats. ഇത് ഇവിടെ മാത്രമല്ല. You take cabinets coming in US, UK, everywhere. A compliment will come from the permanent system. After all, it's domain experience ആണല്ലോ ഇതിനകത്ത് കാര്യം എന്ന് പറയുന്നത്. കേരള കേഡറിൽ ഒരുപാട് പൊട്ടൻഷ്യൽ അണ്ണാമലൈമാരുണ്ടെന്നൊരു സംസാരമുണ്ട്, ശരിയാണോ? It's up to them. Up to them. Annamalai may be inspiring, may not be inspiring. അത്ര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ. സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉള്ള ഒരുപാട് IAS ഓഫീസേഴ്സ് ഉണ്ട്. അവരുടെ ഈ ഹ്യൂജ് ഫാൻ ഫോളോയിങ്ങിൽ ക്യാരിഡ് ആയിട്ട് പല മണ്ടത്തരങ്ങളും ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അതിനെ എങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരുപാട് ആളുകൾ പിന്നെ ഈ ഇൻസ്റ്റൻ്റായിട്ട് ആക്സസ് കിട്ടുന്നതുകൊണ്ട് റീൽസ്. ഐ ആം ടോൾഡ് ദാറ്റ് ഇൻ ദ നോർത്ത് ദർ ആർ ഈവൻ PR companies offering these services to young officers who you are cultivating it. ഞാൻ അത്ര സോഷ്യൽ മീഡിയ സാവി എന്ന് പറയാൻ വയ്യ. എൻ്റെ കയ്യിലൊരു വാട്സാപ്പും പിന്നെ ഇതൊക്കെ ഉള്ളൂ. എൻ്റെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കലി നോൺ എക്സിസ്റ്റൻറ്റ്, അതൊന്നും അറ്റൻഡ് ചെയ്യാറൊന്നുമില്ല. only thing is because I am an impulsive writer. അപ്പോൾ ഞാൻ എഴുതുന്നത് ഇപ്പം അധികം ഒന്നും ഉദ്ദേശിക്കാതെ തന്നെ അത്യാവശ്യം പണി പലയിടത്തും കിട്ടിയത് കൊണ്ട് what I do is I necessarily cause my publication to go to an editor. കേരളകൗമുദി ആണെങ്കിലും മനോരമ ആണെങ്കിലും അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ളൊരു എഡിറ്ററെ ഒന്ന് കാണിച്ചേച്ച് പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് ഇത് വേണ്ട അത് വേണ്ട എന്ന് വെച്ചാൽ ആ ഒരു സെക്കൻഡ് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട്. ആൻഡ് ഐ ടേക്ക് ഇറ്റ് പർട്ടിക്കുലർ ദാറ്റ് ഐ ഡോണ്ട് പബ്ലിഷ് എ പീസ് ബിഫോർ 3 days of writing. ഇട്ടാലും 3 ദിവസം അതവിടെ ഇട്ടേക്കും, ജസ്റ്റ് ടു റീഡ് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഇത് ഇനി നാളെ ചെയ്യുമോയെന്നറിയില്ല, പക്ഷേ എനിക്കിതിന് വലിയ താല്പര്യമില്ല.
ഇറ്റ്സ് എ ഡബിൾ ഹെഡഡ്. അത് ആ പോസ്റ്റ് എന്ന് പറയുന്നത് വെൽ കൺസിഡേർഡ് അല്ലല്ലോ. വേണം, സെക്കൻഡ് ഒപ്പീനിയൻ വേണം.